വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 PSC ചോദിച്ച സയൻസ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോലികൾ കണ്ടെത്തുക. അപ്പൊ നമുക്ക് പദ്ധതികളാണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, മിഠായി എന്ന് പറയുന്നത് പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണെന്ന് പറയുന്നത് ശരിയാണല്ലോ. മിഠായി എന്ന് പറയുന്നത് പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ്. വയോമിത്രം എന്താണ്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷയാണ് വയോമിത്രം എന്ന് പറയുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. സ്നേഹസാന്ത്വനം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് നോക്കാം, തന്നിരിക്കുന്നതെന്നാന്ന് വായിച്ചു നോക്കാം. മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം എന്നാണ് സ്നേഹസാന്ത്വനത്തെ കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കിടപ്പ് രോഗികളായ എൻഡോസൾഫാൻ ഇരകൾക്ക് മാസം 2200 രൂപ വെച്ച് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന തെറ്റ് മനസ്സിലായല്ലോ. ഈ സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് ഇതിൽ തന്നിരിക്കുന്ന തെറ്റാണ്. നമുക്ക് തെറ്റായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? കിടപ്പ് രോഗികളായ എൻഡോസൾഫാൻ ഇരകൾക്ക് 2200 രൂപ വീതം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത്. അപ്പൊ മിഠായി വെച്ചനാണ് പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ്. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. സ്നേഹസാന്ത്വനം കിടപ്പ് രോഗികളായ എൻഡോസൾഫാൻ ഇരകൾക്ക് മാസം 2200 രൂപ ധനസഹായം നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താണ്? സീറം എന്നാണ് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേരെന്താണ്? സീറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ്? മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏതാണ്? ട്രിപ്സിൻ ആണ് മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഏതാണ് ജീവകം? റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B2 ആണ് അല്ലെ. വൈറ്റമിൻ B2വിനെയാണ് എന്ന് പറയുന്നത് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാക്കുന്നത്? ഇതാണ് മലമ്പനിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ദ്രവ്യവുമായിട്ട് ഒരു ബന്ധമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 60 ഡിഗ്രി കോണിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എന്തായിരിക്കും? 60 ഡിഗ്രി കോണിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണെങ്കിൽ ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എന്തായിരിക്കും? BA ആണ് ആൻസർ വരുന്നത്. E/4 ആണ് വരുന്നത് കേട്ടോ. E/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാവുന്നത്? ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം എത്രയാണ്? 10:1 ആണ്. എങ്കിൽ ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? 10 കിലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഡാൽട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ. ഡാൽട്ടന്റെ ആറ്റോമിക് സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കാർബൺ 12നെ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ആറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. ശരിയാണല്ലോ. കാർബൺ 12നെ അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ആറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12നാണ്. ശരിയാണ്. കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് ഇതിനാണ്? കാർബൺ 12നാണ്. അപ്പൊ ഓപ്ഷൻ D ആണ് വരുന്നത്. എല്ലാം ശരിയാണ്.
ഡാൽട്ടന്റെ അറ്റോമിക് സിദ്ധാന്തത്തിന്റെ രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കുവാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ ആറ്റോമിക് മാസ് നിർണ്ണയിക്കുന്ന കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജർമ്മൻ സിൽവർ എന്ന് അറിയപ്പെടുന്നത് ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? കോപ്പർ സിങ്ക് മൂലകങ്ങളുടെ സങ്കരത്തെയാണ് ജർമ്മൻ സിൽവർ എന്നറിയപ്പെടുന്നത്. ഇനി മിഷ് മെറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ലാന്തനൈനുകളുടെ സങ്കരത്തെയാണ് മിഷ് മെറ്റൽ എന്നറിയപ്പെടുന്നതാണ്. ലാന്തനൈനുകളുടെ സങ്കരത്തെയാണ് മിഷ് മെറ്റൽ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ചാൽക്കോജനുകൾ എന്ന് വെച്ചെന്താണ്? ഗ്രൂപ്പ് 16 മൂലകങ്ങളെയാണ് ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്നത്. പിന്നെ ഹാലജനുകൾ എന്ന് വെച്ചെന്താണ്? ഗ്രൂപ്പ് 17 മൂലകങ്ങളെയാണ് ഹാലോജനുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ജർമ്മൻ സിൽവർ എന്ന് വെച്ചാൽ കോപ്പർ സിങ്ക് നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ വെച്ചെന്താണ്? ലാന്തനൈനുകളുടെ സങ്കരം. ചാൽക്കോജനുകൾ ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലോജനുകൾ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒരു ലായനിയുടെ ഹൈഡ്രജൻ അയോൺ കാന്തത 100 മടങ്ങ് വർദ്ധിക്കുമ്പോൾ pH മൂല്യം 1 യൂണിറ്റ് വർദ്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 വരെയുള്ള പരിധിയിൽ 0.05 പദ്ധതിയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. മനുഷ്യരക്തം ദുർബല ആസിഡ് സ്വഭാവം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മനുഷ്യരക്തം ദുർബല ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നതല്ല, അല്ലെ? തെറ്റാണ്. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കുവാൻ സാധിക്കും എന്ന് പറയുന്നതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണല്ലോ. ഇപ്പോൾ എത്ര മൂലകങ്ങളുണ്ട്? 118 മൂലകങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ആറ്റോമിക് നമ്പർ 118 ആയ മൂലകത്തിന്റെ പ്രതീകം ON എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഓർഗനിസം ആണ്. ഓർഗനിസം എന്ന് പറയുമ്പോൾ OG ആണ് വരുന്നത്. അപ്പൊ അത് തെറ്റാണ്. ആറ്റോമിക് നമ്പർ 118 ആയ മൂലകത്തിന്റെ പേര് ഓർഗനിസം എന്നാണ്. അതും ശരിയാണ്. അപ്പൊ നമുക്കതിൽ 118 മൂലകങ്ങളാണ് ആധുനിക ആവർത്തന പട്ടികയിലുള്ളത്. പഠിച്ചിരിക്കുക. ആറ്റോമിക് നമ്പർ 118ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഓർഗനിസം ആണ്. OG എന്നാണ് അത് എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവാഹം ഡാഷ് ആകുന്നു. ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗം എന്താണ് ചെയ്യുന്നത്? മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? കാൻഡലോ എന്നാണ് പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുമ്പിൽ 10 സെന്റിമീറ്റർ ദൂരത്തിൽ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം ഡാഷ് ആയിരിക്കും. 15 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ എന്താണ് വെക്കേണ്ടത്? 10 സെന്റിമീറ്റർ ദൂരത്തിലാണ് ഒരു വസ്തു വെക്കുന്നതെങ്കിൽ അതിന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ്. ഒരു കോയിലൂടെയുള്ള കാന്തിക ഫ്ലക്സ് സമയത്തിനോടൊപ്പം മാറ്റുമ്പോൾ കോയിൽ EMF പ്രേരിതമാക്കപ്പെടുമെന്ന നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ആരാണ്? ഒരു കോയിലിലൂടെ കാന്തിക ഫ്ലക്സ് സമയത്തിനൊപ്പം മാറുമ്പോൾ കോയിൽ EMF പ്രേരിതമാക്കപ്പെടുമെന്ന നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് ആരാണ്? ഫാരഡേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ 5 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 10 കിലോഗ്രാം ഭാരമുള്ള മറ്റൊരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എപ്പോഴും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ഥിരപ്രവാഹത്തിലുള്ള ഒരു ദ്രവ്യത്തിൽ ഇടുങ്ങിയ ഭാഗത്തുണ്ടാകുന്ന വേഗതാ വർധനവ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? സ്ഥിരപ്രവാഹത്തിലുള്ള ഒരു ദ്രവ്യത്തിൽ ഇടുങ്ങിയ ഭാഗത്തുണ്ടാകുന്ന വേഗതാ വർധനവ് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ദ്രവ്യ സംരക്ഷണ നിയമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ഒരു ചതുരക്കട്ടയിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി ഡാഷ് ആയിരിക്കും. ഒരു തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ഒരു ചതുരക്കട്ടയില് ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, പൂജ്യമാണോ ആയിരിക്കാം? പൂജ്യമായിരിക്കും. തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ചതുരക്കട്ടയിൽ ഗുരുത്വാകർഷണ ബലത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും പൂജ്യമായിരിക്കും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജന്റെ ട്രിഷിയം എന്ന ഐസോടോപ്പിൽ എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിരിക്കുന്നു? ഹൈഡ്രജന്റെ ട്രിഷിയം എന്ന ഐസോടോപ്പിൽ എത്ര ന്യൂട്രോണുകളാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? രണ്ടാണ് അല്ലെ? രണ്ടാണ്. അതായത് നമുക്കറിയാം ട്രിഷിയം എന്ന് പറയുമ്പോൾ H3 ആണല്ലോ, H3 ആണല്ലോ. അപ്പൊ 3-1 ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 3-1 എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? ന്യൂട്രോൺ കാണുന്നതിനായിട്ട് മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പൊ 2 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് കുറച്ച് മൂലകങ്ങൾ നൽകിയിട്ടുണ്ട്. O-2 F-Na+, Mg2+ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ത് മൂലകങ്ങളാണ്? ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഏത് വിഭാഗത്തിലാണ് ഇതൊക്കെ പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയോൺസ് ആണോ? എന്താണ്? ഐസോടോപ്പ് ആണോ? ഐസോബാർ ആണോ? ഇലക്ട്രോണിക് പദാർത്ഥങ്ങളാണോ ചോദിച്ചിരിക്കുന്നതാണ്? ഇലക്ട്രോണിക് പദാർത്ഥങ്ങളാണ് അല്ലെ? ഐസോ ഇലക്ട്രോണിക് പദാർത്ഥങ്ങളാണ് തന്നിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ഏതാണ്? മെർക്കുറി സെൽ. മെർക്കുറി സെൽ ആണ് ശ്രവണ സഹായികളിൽ ഉപയോഗിക്കുന്ന സെൽ. ഏതാണ്? മെർക്കുറി സെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാസപ്രവർത്തനം A+B പ്രൊഡക്ട്സ് ഇതിനെ നിരക്ക് സമവാക്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എങ്ങനെ നോക്കി നോക്കിയേ. Ka(1/2) B² എന്നാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇത് പ്രകാരം രാസപ്രവർത്തനത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് A+B എന്ന് പറയുന്നത് കൂട്ടാണ്. നമുക്ക് A+B എന്ന് പറയുന്ന മൂലകങ്ങൾ സംയോജിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ലഭിക്കുന്നുണ്ട്? ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെ സമവാക്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ രാസപ്രവർത്തനത്തിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? 2.5 ആയിരിക്കും. 2.5 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മോളിൽ ഹാഫും പിന്നെ ബിയുടെ മോളിൽ നിന്നാണ് 2 ആണ് നൽകിയിരിക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാസസമവാക്യം C5H12 എത്ര ഐസോമറുകൾ സാധ്യമാണ്? എത്ര ഐസോമറുകൾ സാധ്യമാണ്? C5H12 എത്ര ഐസോമറുകൾ സാധ്യമാണ്? 3 കേട്ടോ. 3 ഐസോമറുകൾ സാധ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നു. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? മർദ്ദം കൂടുമ്പോൾ. മർദ്ദം കൂടുമ്പോഴാണ് ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലേയത്വം വർദ്ധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിറിഞ്ചിന്റെ പ്രവർത്തനം ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? സിറിഞ്ചിന്റെ പ്രവർത്തനം ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബോയിൽ നിയമം. ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ് സിറിഞ്ചിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഏതാണ്? ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ അലോട്രോപ്പ് എന്ന് പറയുന്നത്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിസ് പ്ലാറ്റിൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതിനാണ്. സിസ് പ്ലാറ്റിൻ എന്ന് പറയുന്നതിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ക്യാൻസർ ചികിത്സയ്ക്കാണ്. ക്യാൻസർ ചികിത്സയ്ക്കാണ് സിസ് പ്ലാറ്റിൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വസന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കോശപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതുമായ ഊർജം സംഭരിക്കുന്ന രൂപം എങ്ങനെയാണ്? ശ്വസന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കോശപ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നതുമായ ഊർജം സംഭരിക്കുന്ന രൂപം എന്ന് പറയുന്നതാണ് ATP. ATP മോളിക്യൂൾസ് ആയിട്ടാണ് അല്ലെ സംഭരിക്കപ്പെടുന്നത് ശ്വസന സമയത്ത്. നമ്മൾ യോജന പ്രക്രിയയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്വസന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കോശപ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നതുമായ ഊർജം സംഭരിക്കുന്ന രൂപമാണ് ATP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റാ കോശങ്ങൾ സ്രവിപ്പിക്കുന്ന ഇൻസുലിൻ ഏത് തരത്തിൽപ്പെട്ട ഹോർമോൺ ആണ്? പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റാ കോശങ്ങൾ സ്രവിപ്പിക്കുന്ന ഇൻസുലിൻ ഏത് തരത്തിൽപ്പെട്ട ഹോർമോൺ ആണ്? ഏത് തരത്തിൽപ്പെട്ടതാണ്? പെപ്റ്റൈഡ്. പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഇതിൽപ്പെട്ടതാണ് ഈ പാൻക്രിയാറ്റിക് ഐലറ്റുകളുടെ ബീറ്റാ കോശങ്ങൾ സ്രവിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുരുഷ ബീജ കോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്ന കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്? പുരുഷ ബീജ കോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്ന കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്? സെർട്ടോളി കോശങ്ങൾ. സെർട്ടോളി കോശങ്ങൾ എന്നാണ് പുരുഷ ബീജ കോശങ്ങൾക്ക് പോഷകങ്ങൾ നൽകുന്ന കോശങ്ങളെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി ഏതാണ്? ഏതാണ്? താഴെ പറയുന്നതിൽ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി ഏതാണ്? ഗസ്റ്റേറ്ററി ഗ്രാഹി. ഗസ്റ്റേറ്ററി ഗ്രാഹിയാണ് രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ മോളിക്യൂളിന്റെ എണ്ണം എത്രയാണ്? ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ മോളിക്യൂളിന്റെ എണ്ണം എത്രയാണ്? 4 മോളിക്യൂൾസ് ആണ്. 4 മോളിക്യൂൾസ് ആണ് ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് വഹിക്കാൻ കഴിയുന്ന ഓക്സിജൻ.
നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ ലോബ് ഏതാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ ലോബ് ഏതാണ്? ഓസിപിറ്റൽ ലോബ്. ഓസിപിറ്റൽ ലോബ് ആണ് ഏറ്റവും ചെറിയ ലോബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോട്ടിലിസം പരത്തുന്ന ബാക്ടീരിയ എന്താണ്? ബോട്ടിലിസം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രിഡിയം ആണല്ലേ, ക്ലോസ്ട്രിഡിയം. ക്ലോസ്ട്രിഡിയം ആണ് ബോട്ടിലിസം പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രിഡിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, PMJAY എന്ന് പറയപ്പെടുന്നത് എന്താണ്? PMJAY എന്ന് വെച്ചാൽ ആയുഷ്മാൻ ഭാരതം അല്ലെ, ആയുഷ്മാൻ ഭാരതവുമായി ബന്ധപ്പെട്ടതാണ് PMJAY. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തി എങ്ങനെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലത്തിനാണ് തകരാറ് സംഭവിച്ചിരിക്കുന്നത്. സെറിബെല്ലം എന്ന് പറയുന്നത് ശരീരത്തിന്റെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ത്വല്ല നിലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പൊ ശരീര ത്വല്ല നില പാലിക്കപ്പെടുന്നില്ല എന്നാണ് ആൻസർ വരുന്നത്. സെറിബെല്ലത്തിന് തകരാറ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീര ത്വല്ല നില പാലിക്കപ്പെടുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ. ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൺ ആണ്. അതാണ് ശരി വരുന്നത്. ജീവശാസ്ത്രത്തിന്റെ പിതാവാരാണ്? ജീവശാസ്ത്രത്തിന്റെ പിതാവാരാണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവാരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരാണ്? കാൾ ലിനേസ് ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരാണ്? കാൾ ലിനേസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പൊ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാരാണ്? കാൾ ലിനേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം തന്നിരിക്കുന്നതിൽ ഏതാണ്? പെരിയോസ്റ്റിയം. പെരിയോസ്റ്റിയം ആണ് അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? പെരിയോസ്റ്റിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിന്റെ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? മനുഷ്യ ശരീരത്തിന്റെ കുഴൽഭിത്തിയിൽ വെച്ചിട്ട് ബാക്ടീരിയകൾക്ക് അതായത് ജീവകം നിർമ്മിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഭക്ഷണത്തിൽ ഇങ്ങനെ ജീവകത്തിന്റെ അളവ് കുറയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ ജീവകം ഏതാണ്? ഏതാണ്? ജീവകം കെ ആണ് അല്ലെ, ജീവകം കെ ആണ്, വൈറ്റമിൻ കെ ആണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗം ഏതാണ്? ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസ് ആണ് മഞ്ഞപ്പനി പരത്തുന്നത്, യെല്ലോ ഫീവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം. മെയ് 23 പ്രാധാന്യം എന്താണ്? ലോക കടലാമ ദിനമാണ് അല്ലെ, ആമദിനമാണ് മെയ് 23 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? പ്രായമായ ആൾക്കാർക്കാണ് അല്ലെ. കേരള സർക്കാരിന് കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പാണ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ആ പദ്ധതി അറിയപ്പെടുന്ന വയോമധുരം എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാനത്തിന്റെ ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്നതാണ്? അറിയാലോ അല്ലെ, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഏത് തരം മാധ്യമത്തിലൂടെയാണ്? ഖരത്തിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് തന്നിരിക്കുന്നതിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഊർജമാണ് അല്ലെ, ഊർജമാണ് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ അല്ലെ, ഊർജത്തിന് എന്താണ്? ജൂളിന് തന്നെയാണ്. അപ്പൊ ജൂൾ ആയ കാരണമാണ് കറക്റ്റ് സെയിം എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, പ്രവൃത്തിയും ഊർജ്ജം സെയിം ആണ്, യൂണിറ്റ് പഠിച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഫലമാണ്? ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതി ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലമാണ് അല്ലെ, രാസഫലമാണ് വൈദ്യുതി ബാറ്ററിയിൽ ഉണ്ടായിരിക്കുന്നത്, കൂടുതലും രാസഫലമാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ. ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം തന്നിരിക്കുന്നതിൽ ഏതാണ്? ശബ്ദോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ശബ്ദോർജം എന്തായി മാറും? വൈദ്യുതോർജമായിട്ട് മാറുന്നു. മൈക്രോഫോണിൽ ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും സദിശ അളവ് കണ്ടെത്തുക. സദിശ അളവാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിട്ട് ഏതാണ് സദിശ അളവ് നോക്കി നോക്കിയാൽ പ്രവേഗമാണ് അല്ലെ? അസ്ഥിത പ്രഭാവത്ത എന്നാണ് അതിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസ്ഥിത പ്രഭാവത്ത അല്ലെ? അസ്ഥിത്വ പ്രഭാവത്ത എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണ് പറയുന്നത്? ആവേഗം, അതുപോലെ തന്നെ സ്ഥാനാന്തരം, ത്വരണം, പ്രവേഗം എന്നിവയൊക്കെ എന്താണ്? സദിശ അളവുകളാണ് അല്ലെ? ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു തന്നിരിക്കുന്നതിൽ ഏതാണ്? ടാർട്രസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്? ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിനെയാണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? കെ എന്ന് വെച്ചാൽ എന്താണ്? കെ എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാസ്യം ആണല്ലേ? പൊട്ടാസ്യം ആണ്. കെ എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാസ്യം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഇതിലെ തന്നിരിക്കുന്നതിൽ ഏതാണ്? വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് നോക്കി നോക്കിയേ. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം തന്നിരിക്കുന്നതിൽ ഏതാണ്? നിശാന്തതയാണ് വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്നത്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ കാണുന്നുണ്ട്, പോയി കാണാം. നമ്മൾ SCERT പോയിന്റ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു SCERT ഭാഗത്ത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? നോക്കി ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതമൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ ജീവിതശൈലി രോഗമല്ലാത്ത ഏതാണ്? ഹീമോഫീലിയാണ്. എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതമാണ് ജീവിതശൈലി രോഗങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. റിപ്പീറ്റഡ് ആണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? വന്യജീവി സങ്കേതത്തിന് ഏതാണ് ഉദാഹരണം? പെരിയാറാണ് അല്ലെ? പെരിയാറാണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് പെരിയാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഏത്? ഇനാമൽ അല്ലെ? ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഏതാണ്? ലിംഫോസൈറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ്? SCERT ആണല്ലേ? ഏതാണ് പാവലിന്റെ ഇനം എന്ന് പറയുന്നത്? ഏതാണ്? പ്രിയങ്ക അല്ലെ? പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം എപ്പോഴും ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? 2023 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എത്രയാണ്? 5 ലക്ഷം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. നോക്കി നോക്കി ഏതെന്ന് പറയുന്നത് നമ്മളെ 9ാം ക്ലാസ് SCRT ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പോസിറ്റീവ് പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി എന്താണോ അതുപോലെ തന്നെ അതിനുള്ള എല്ലാ പ്രോബ്ലംസും വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ കാണാതിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പോസിറ്റീവ് പ്രവൃത്തി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് പ്രവൃത്തിയല്ല, നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണം ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഓക്കെ, ഇത് നെഗറ്റീവ് ആണ്. തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കയ്യിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് പോസിറ്റീവ് പ്രവൃത്തിയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ രണ്ടും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തിയും ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കയ്യിൽ ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് പോസിറ്റീവ് പ്രവൃത്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോൺകേവ് ദർപ്പണത്തിന് എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം ഏതാണ്? സ്വഭാവം ഏതാണ്? വസ്തുവിനേക്കാളും വലുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരുടെ ശ്രവണ പരിധി ഡേഷ് ആണ്. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സ് വരെയാണെന്ന് പറയാം. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 310 കെൽവിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏതാണ്? v square u square is equal to v square minus 2as. u square is equal to v square minus 2as ആണ് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സമവാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം ഏതാണ്? രാസോർജം ഗതികോർജമാവുകയാണ് ചെയ്യുന്നത്. രാസോർജം ഗതികോർജമാണ്. പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം രാസോർജം ഗതികോർജമാക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ എന്താണ്? സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് അല്ലെ. ഭൂമിക്കും ചന്ദ്രനും ഇടയിൽ എന്താണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നതിനെയാണെന്ന് പറയുന്നത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. EMS എന്നുള്ള ഫോം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. EMS എർത്തിനും സണ്ണിനും ഇടയിൽ എന്ത് വരും? ചന്ദ്രൻ വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നുണ്ട്. അതിൽ തന്നിരിക്കുന്നതിൽ ശരി ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി നോക്കിയേ. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ശരിയാണല്ലോ. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജലത്തിൽ ലയിക്കുന്നുണ്ടോ? ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ് നൽകിയിരിക്കുന്നത്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. അത് ശരിയാണ് അല്ലെ. ഹൈഡ്രജൻ നമ്മൾ H2 എന്നല്ലേ എപ്പോഴും ഇടാറ്. അപ്പൊ ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. തന്നിരിക്കുന്നതിൽ ഏതാണ് തെറ്റ്? 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. അതുപോലെ തന്നെ ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഐസോടോപ്പിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏതാണ്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറ്റോമിക് സംഖ്യ 8 ആയ മൂലകം ഏതാണ്? തന്നിരിക്കുന്നതിനാണ് ആറ്റോമിക് സംഖ്യ 8 ആയ മൂലകം ഏതാണ്? ഏതാണ് ആറ്റോമിക് സംഖ്യ 8 ആയ മൂലകം ഏതാണ്? O ആണ് അല്ലെ. ഓക്സിജൻ ആണ് 8 ആയിട്ടുള്ള മൂലകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു. ഓവ്യൂൾ വിത്താകുന്നതാണ് സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രവേഗമാറ്റത്തിന് നിരക്ക്. പ്രവേഗമാറ്റത്തിന് നിരക്ക് എന്ന് പറയുന്നത് ത്വരണമാണ് അല്ലെ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് തന്നിരിക്കുന്നതാണ് ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം അല്ലെ. ഗതികോർജമാണ് ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ചോദിക്കുകയാണെങ്കിൽ ഗതികോർജമാണ്. സ്ഥാനം കൊണ്ടാണെന്നുണ്ടെങ്കിലാണ് സ്ഥിതികോർജം വരുന്നത്. നെക്സ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത്. ഗ്രീൻ എനർജി ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന ഗ്രീൻ എനർജി ഏതൊക്കെയാണ്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഒക്കെ എന്താണ്? ഗ്രീൻ എനർജികളാണ്. ആറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി ഇല്ലാത്തതിൽ പെടുന്നത്.
കടലിനെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് ആണ് അല്ലെ? അൾട്രാസോണിക് ആണ്. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇന്നലെ വരെ നമ്മൾ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി വേറൊരു ക്ലാസ് 2025 തന്നെ ചോദിച്ചാൽ വേറൊരു ക്ലാസ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ ക്ലാസ് കൊണ്ട് പോയി കാണാം. അപ്പൊ 2025 നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും